ഏറ്റവും നല്ല സുന്ദരനും സുന്ദരിയല്ലേ നമ്മുടെ മക്കള്? അവന്റെ നെറ്റിയിൽ വീണിരിക്കുന്ന മുടിയിഴകളൊന്നും ആടി ഒതുക്കിയിട്ട് ആ കവിളത്തൊരു മുത്തം കൊടുത്തിട്ട് പറ്റുമെങ്കിൽ കുപ്പായത്തിൻ്റെ ഉള്ളിൽ കൈയിട്ടിട്ട് പുറത്തൊന്ന് മാന്തി കൊടുത്തൂടെ? വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞിട്ടുണ്ട്, പുറം ഉണ്ടാക്കി എന്നെ ചൊറിയാനാണ്. കൈയോണ്ട് കാലോണ്ട് തലയോണ്ടെല്ലാം നമുക്ക് ഒരുപാട് ഉപകാരമുണ്ട്. ഒരു ഉപകാരമില്ലാത്ത എന്നാൽ ഏറ്റവും കൂടുതൽ പ്ലിന്റ് ഏരിയ ഉള്ള സ്പേസ് പോകുന്ന സ്ഥലമാണ് പുറം. അത് മാന്താൻ മാത്രമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ച് ഈ ചൂടുകാലത്ത് ചൂട് പൊന്തിയ കുട്ടികളെ പുറത്തൊന്ന് മാന്തി കൊടുത്താട്ടെ ഏത് കുരുത്തം കെട്ട കുട്ടിയും പൂച്ചയെ പോലെ നമ്മുടെ മുമ്പിൽ അനുസരിച്ചിരുന്നു തരും. എന്നിട്ട് മെല്ലെ ശബ്ദത്തിൽ മോനെ മോളെ എന്നൊന്ന് വിളിച്ചൂടെ? എന്നിട്ട് മെല്ലെ അവനെ ഉണർത്തിക്കൂടെ? അല്ലാതെ എണീക്ക്, ഓട്, ചാട്, കുളിക്ക്, ഈ അട്ടഹാസം. ഇതിനു വേണ്ടി എന്തിനാ നിങ്ങളുടെ മക്കളായിട്ട് അവരെ പെറ്റത്? ആ കുട്ടികളെ മെല്ലെ ഉണർത്തിയിട്ട് മുന്നിലത്തെ വാതിൽ തുറന്നിട്ട് ഒന്ന് മുറ്റത്തേക്ക് ഇറങ്ങിക്കൂടെ? എന്നിട്ട് ആ പൂക്കളെ നോക്കിക്കൂടെ? ആ പൂക്കളെ പറ്റിയിട്ട് ഒരു കവിത ചൊല്ലിക്കൂടെ? പ്രഭാതത്തെക്കുറിച്ച് എത്രയെത്ര കവിതകളും പാട്ടുകളും ഉണ്ട് അല്ലേ? പ്രഭാതത്തെക്കുറിച്ച് അയ്യപ്പ പണിക്കരുടെ പ്രിയതമേ പ്രഭാതമേ വിരിഞ്ഞു നിന്നെ നോക്കിടുന്ന പൂവുകൾക്കുദാര ശോഭ ചൊരിയുവാനൊരുങ്ങി വരും വൈഭവ പ്രഭാവമേ, നീ വരാതിരിക്കുകിൽ വിടരുകില്ല പൂവുകൾ, വിടരുകില്ല മൊട്ടുകൾ, പ്രണയമില്ല പ്രളയമില്ല, പ്രാണനില്ല പ്രാണിയില്ല, നീ വരാതിരിക്കുകിൽ. ഒരു കവിത ചൊല്ലിക്കൂടെ? പുസ്തകം വായിക്കാറുണ്ടോ നിങ്ങൾ? കവിത ചൊല്ലാറുണ്ടോ? നമ്മുടെ രക്ഷിതാക്കൾ വളരുന്നില്ലെന്ന് ഞാൻ തെളിവ് തരാം. കുട്ടി വളരുന്നത് രക്ഷിതാവിന്റെ മനസ്സിലാ, വീട്ടിലല്ല. രക്ഷിതാവിന്റെ മനസ്സ് വളരുമ്പോ കുട്ടിയും വളരും. മത്തൻ കൃഷി ചെയ്യുന്ന കാലമല്ലേ ഇത്? മത്തൻ എന്റെ നാട്ടിലൊക്കെ ഇപ്പം വ്യാപകമായ മത്തൻ കൃഷിയാണ്. മത്തൻ ഈ മത്തന് പൂവിട്ടാല് ആ പൂവിൽ നിന്ന് ആദ്യം ഒരു നെല്ലിക്കയുടെ വലുപ്പത്തിൽ ഒരു കായ ഉണ്ടാവും. എൻ്റെ നാട്ടിൽ അതിന് പറയും മിടിന്നാ. മിടി എന്താ പറയുക? പൂവലെന്നാ. പൂവല. ഈ കണ്ടിട്ടില്ലേ മത്തൻ എന്ന് പറഞ്ഞൊരു സാധനം കൃഷി ചെയ്യുന്ന അറിയില്ലേ? കുട്ടികളൊന്നും അറിയില്ല. കുട്ടികളെ ധാരണയില്ലേ? അവരെ ധാരണ ഈ കമ്പ്യൂട്ടറിന്റെ മുന്നിൽ പോയിട്ട് www.com MD എന്നടിച്ച മസാല ദോശ ഡൗൺലോഡായി കിട്ടുന്ന, NR എന്നടിച്ച നെയ്റോസ്റ്റ് കിട്ടുന്ന. ഭക്ഷണം കഴിക്കണമെങ്കിലും മണ്ണിൽ കൃഷി ചെയ്താലേ ഭക്ഷണം കഴിക്കാൻ പറ്റൂന്ന് അറിയണ്ടേ? കുറച്ച് കൃഷി നടത്തണം കേട്ടോ. വീട്ടിൽ കൃഷി നടത്താൻ വലിയ വയലൊന്നും വേണ്ട. 4 ഗ്രോ ബാഗ് വാങ്ങുക. അവിടെ മുറ്റത്ത് പല്ല് തേച്ചിട്ട് ഈ വാഷ് ബേസിൽ നിന്ന് കൈ കഴുകുന്ന ശീലം മാറ്റിക്കൊള്ളണം. ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുന്ന നല്ല പാഠം, നിങ്ങളുടെ വീട്ടിലെ വാഷ് ബേസിനുകളെല്ലാം ഇപ്പൊ ബന്ധാക്കും. വെള്ളത്തിന് ക്ഷാമമുള്ള സമയത്ത് കുട്ടികൾ കൈ കഴുകാൻ വേണ്ടി ഒരു കുടന്ന വെള്ളം എടുത്ത് വായിൽ കൊള്ളി തുപ്പി രണ്ടാമത്തെ കുടന്ന വെള്ളത്തിൽ കൈ നീട്ടുമ്പോഴേക്ക് 10 കുടന്ന വെള്ളം വേസ്റ്റായി പോകുക. കുട്ടി ഈ വേസ്റ്റാക്കുന്ന ധൂർത്ത് പഠിക്കുന്നത് വാഷ് ബേസിൽ നിന്നാ. അതിന് പകരം പണ്ടത്തെ കിണ്ടി കണ്ടിട്ടുണ്ടോ? കിണ്ടി. മുസ്ലിം വീടുകളിൽ അലൂമിനിയത്തിന്റെയും ഹിന്ദു വീടുകളിൽ ഓടിന്റെയും കിണ്ടി ഉണ്ടാവും. ആ കിണ്ടിയുടെ ഒരു പ്രത്യേകത, അത് കറക്റ്റായിട്ടേ ചരിക്കൂ, ആവശ്യത്തിന് മാത്രമേ ചരിക്കൂ. ഒരു തുള്ളി വെള്ളം പുറത്തു കളയാതെ സൂക്ഷിക്കാനുള്ള കുട്ടിയുടെ തന്ത്രം പഠിപ്പിക്കുന്ന സൂത്രമാണ് കിണ്ടി. ആ കിണ്ടി എടുത്തിട്ട് മുറ്റത്ത് വെള്ളം നിറച്ചു വെക്കൂ. എന്നിട്ട് രാവിലെ പല്ല് തേച്ചിട്ട് മുഖം കഴുകുമ്പോൾ ഒരു ചെടിക്ക് നനക്കാൻ പറയൂ. 4 പയർമണി കൊടുക്കൂ കുട്ടിക്ക്. ആ പയർമണികൾ നനക്കുമ്പോ ആ പയർമണികൾ കുത്തനിയൊരു തണ്ടും ബലങ്ങനെ 2 ഇലയും കണ്ടിട്ട് എന്താണ് പ്ലസ് എന്ന് കുട്ടി പഠിക്കട്ടെ. പ്ലസ് എന്ന് പറഞ്ഞാൽ കുത്തനിയൊരു തണ്ട്, ബലങ്ങനെ 2 ഇല. മനസ്സിലായോ? അത് വളർന്നു വരുമ്പോ ആ കുട്ടിയോട് പല്ല് തേച്ചിട്ട് അതിന്റെ പേസ്റ്റിന്റെ പശയുണ്ടല്ലോ, പതയുണ്ടല്ലോ, പത, അത് കറിവേപ്പില ചെടിക്ക് തുപ്പാൻ പറ. ഒരു സൂത്രം ഞാൻ പറഞ്ഞു. കടയിൽ നിന്ന് കറിവേപ്പില വാങ്ങുന്ന വിഡ്ഢികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ചാട്ടവാറ് കൊണ്ടടിക്കണം. കാരണം ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന സാധനം കറിവേപ്പിലക്ക. അറിയോ നിങ്ങൾ? ഏറ്റവും കൂടുതൽ വിഷം അടിക്കുന്ന സാധനം കറിവേപ്പിലയാ. സ്വന്തം വീട്ടിൽ അതിന് പ്രത്യേക സ്ഥലമൊന്നും വേണ്ട. ഒരു കറിവേപ്പില നട്ടാൽ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് കിട്ടും. ഈ കറിവേപ്പില ബാക്കിയാവാത്തതിന്റെ കാരണം സ്ത്രീകൾക്ക് ക്ഷമയില്ലാഞ്ഞിട്ടാ. ഒരു നിശ്ചിത ഉയരെത്തിയാൽ പിന്നെ അതിൻ്റെ മേലെ നിന്ന് നുള്ളാൻ തുടങ്ങും. അപ്പൊ കറിവേപ്പില ഉണങ്ങിപ്പോവും. അത് ഉണങ്ങിപ്പോകാതിരിക്കാൻ ഈ പേസ്റ്റിന്റെ പത തുപ്പിയാൽ മതി, എന്നാ ഉണങ്ങിപ്പോവില്ല. കാരണം ഈ പേസ്റ്റിന്റെ പത കാണുമ്പോൾ പിന്നെ നുള്ളൂലല്ലോ. മനസ്സിലായില്ലേ? പേസ്റ്റിന്റെ പത കണ്ടാ പിന്നെ നുള്ളൂലല്ലോ. അങ്ങനെ ആ കറിവേപ്പിലേക്ക് തുപ്പിയിട്ട് ഈ വെള്ളം ഈ ചെടിക്ക് നനച്ചിട്ട് അതിൽ നിന്നൊരു പയറിന്റെ
വാള് പുറത്തു വന്നാൽ അത് പറിച്ചു തിന്നുമ്പോഴുണ്ടാകുന്ന ഒരു ആനന്ദം കുട്ടിക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അവന്റെ വ്യക്തിത്വത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കായിരിക്കും വഹിക്കുന്നത്. നിങ്ങൾ അറിയുമോ അത്? അവൻ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകുന്നതിനേക്കാൾ നല്ല പേഴ്സണാലിറ്റി ഒരു പയർമണി ഉണ്ടാക്കുമ്പോൾ കിട്ടും. അപ്പൊ ഈ മിടി, മത്തന്റെ മിടി പുറത്തു വന്നാൽ ആ മിടി ഒരു മൺകലത്തിൽ ഇട്ട് വെക്കുക. ചെടിന്ന് പറിക്കാതെ ഇട്ട് വെക്കണം. ഒരു ചെറിയ മൺകലം വാങ്ങുക. എന്നിട്ട് ഈ മിടി ആ മൺകലത്തിൽ ഇട്ട് വെക്കുക. ഒരു പരീക്ഷണം. എന്നിട്ട് ചെടിക്ക് നല്ലോണം വെള്ളവും കൊടുക്കുക. വെള്ളവും കൊടുത്തിട്ട് മത്തനിങ്ങനെ വളരും. പക്ഷെ മൺകലം വളരുമോ? എന്താ സംഭവിക്കുക? ഒന്നുകിൽ മൺകലം പൊട്ടും, അല്ലെങ്കിലോ മത്തം കെട്ടുപോകും. അല്ലേ? രണ്ടാലൊന്നും നടക്കും. ഈ മിടിയ നമ്മുടെ കുട്ടികൾ. മൺകലമാണ് നിങ്ങൾ രക്ഷിതാക്കൾ. മത്തനിങ്ങനെ വളരുന്നു, പക്ഷേ മൺകലം വളരുന്നില്ല. ഉണ്ടോ? മൺകലം വളരുന്നുണ്ടോ എന്ന് ഞാൻ തെളിവ് തരാം. ഇപ്പോ വിവാഹത്തിന് ശേഷം ഒരു 3 പുസ്തകമെങ്കിലും വായിച്ച എത്രയാളുണ്ട്? ഒന്ന് കൈവക്കുക. വിവാഹത്തിന് ശേഷം ഒരു 3 പുസ്തകമെങ്കിലും വായിച്ചു തീർത്ത എത്ര പേര് ഇവിടെയുണ്ട്? ഒന്ന് കൈവക്കൂ. 1, 2 പേരാണ്. വിവാഹം കഴിഞ്ഞാൽ പിന്നെ പുസ്തകം വായിക്കാൻ പാടില്ല, മനസ്സ് വളരാൻ പാടില്ല, ചിന്തിക്കാൻ പാടില്ല. ഉണ്ണുക, ഉറങ്ങുക, ഉണ്ണിയുണ്ടാക്കുക, വിസർജിക്കുക. ഈ പണി മാത്രമാണ് ഞങ്ങളുടെ പണി എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന മൂഢന്മാരായിട്ട് നിങ്ങൾക്ക് ഈ തലച്ചോറ് തന്നെന്തിനാ? പടച്ചോൻ ഏറ്റവും ഉറപ്പുള്ള എല്ല് കൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അവയവം ഏതാ? ഏറ്റവും ഉറപ്പുള്ള എല്ല് തലയോട്ടിയല്ലേ? അതുകൊണ്ട് പൊതിഞ്ഞു വെച്ചിരിക്കുന്ന ഈ തലച്ചോറ. ഏറ്റവും അപ്രധാനമായ അവയവം ഏതാ? എല്ലുകൊണ്ട് പൊതിയാതെ വെറു ഇറച്ചി മാത്രമാക്കി വെച്ചിരിക്കുന്ന അവയവം വയറ. അപ്പൊ ഈ ചോറാണോ പ്രധാനം? മനുഷ്യനെ സംബന്ധിച്ച് ഈ ചോറാണോ പ്രധാനം? ഇപ്പൊ തീരുമാനിക്കുക. ചേട്ടാ, ഈ ചോറിനാ പ്രധാനമെങ്കിൽ നിങ്ങൾ എന്തിനാ മനുഷ്യരായത്? പോത്തായിരുന്നെങ്കിൽ അതിന്റെ പോത്തിന്റെ വയറ് നമുക്കാകെ ഒരു ചാൺ വയറേ ഉള്ളൂ. പോത്തിന് എത്ര വലുപ്പമുള്ള വയറാ? പോത്തായിട്ട് ജനിച്ചാ പോരെ? പശുവായിട്ട് ജനിച്ചാ പോരെ? എന്തിനാ മനുഷ്യരായത്? ഈ തലയോട്ടിയാണ്. ഏറ്റവും മേലെ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഈ തലച്ചോറാണ്. അതിന്റെ താഴെ ഫിറ്റ് ചെയ്തിരിക്കുന്ന കണ്ണുകൾ നിങ്ങൾ നോക്കൂ. എന്തൊരു അത്ഭുതമാണ് പടച്ചോൻ ഈ കണ്ണുകൾ ഇടത്തോട്ടും വലത്തോട്ടും തിരിക്കാൻ പറ്റിയ കൃഷ്ണമണിയില്ലേ? ആ കൃഷ്ണമണി അങ്ങനെ ചലിപ്പിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇപ്പുറത്തുനിന്ന് വരുന്ന ആളെ സെറ്റടക്കം ടേബിൾ ഫാന് തിരിയും പോലെ തിരിയണ്ടേ? ആ കണ്ണുകൾ ഇങ്ങനെ ചലിപ്പിക്കാൻ പറ്റിയത് ഒരു മഹാഭാഗ്യമല്ലേ? അവിടെ പടച്ചോന്റെ കുതിർത്ത് കാണൂ. ആ കണ്ണുകൾ മൃദുലമായതുകൊണ്ട് നെറ്റി ഉയർത്തി വെച്ച്, അവിടെ ഒരു കവിളെല്ലാം ഉയർത്തി വെച്ച്, അതിന്റെ നടുക്കൊരു കുഴിയിലാണ് ഈ കണ്ണ് ഫിറ്റ് ചെയ്തത്. കാരണം എന്തെങ്കിലും വന്ന് അടിക്കുമ്പോ കണ്ണിനൊന്നും പറ്റാതിരിക്കാൻ എത്ര ഔചിത്യവും കരുതലുമാണ് ഈ കണ്ണ് കുഴിയിൽ വെച്ചത്. ആ കുഴിയിൽ എന്തെങ്കിലും പൊടി വീഴുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ഷട്ടർ കൊണ്ട് അതിനെ പൂട്ടുന്നില്ലേ? കൺപോളകളില്ലേ? അല്ലാതെ പൊടി വരുന്നുണ്ട് പൂട്ടിക്കോ എന്ന് പറഞ്ഞ് കൈ കൊണ്ട് തടയാൻ പറ്റുന്ന സമയമുണ്ടോ? അപ്പോഴേക്ക് കൺപോള ഠക്ക് എന്ന് പറഞ്ഞ് പൂട്ടുന്നില്ലേ? ലോകത്ത് ആദ്യത്തെ ഓട്ടോമാറ്റിക് ഷട്ടറാണ് കൺപോള. പൂട്ടുന്നില്ലേ? ആ കണ്ണിൽ പൊടി വീഴാതിരിക്കാൻ വേണ്ടി മേലെ സൺഷെയ്ഡ് പുല്ല് വെച്ച് പിടിപ്പിച്ചു തന്നില്ലേ? പുരികം. അത് പൊരിച്ചു മാറ്റിയിട്ട് വരച്ചുണ്ടാക്കാനുള്ളതല്ല, അത് പൊടി താഴോട്ട് വീഴാതിരിക്കാനാ ഈ പുരികം വെച്ച് പിടിപ്പിച്ച്. ആ കണ്ണിൽ എന്തെങ്കിലും പൊടി വീണിട്ടുണ്ടെങ്കിൽ സർവീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് വെള്ളം ചീറ്റിയിട്ട് കഴുകാനൊന്നും പോണ്ട, അതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ വെള്ളം ചീറ്റിയിട്ട് പൊടിയെ ഒലിപ്പിച്ച് കളയാൻ കണ്ണുനീരുണ്ടാക്കി തന്നില്ലേ? ഇതൊരു അത്ഭുത വസ്തുവല്ലേ? ഈ ചെവി ചുളുങ്ങി മടങ്ങിപ്പോയതെന്താ? പപ്പടം കാച്ചും പോലെ മടങ്ങിപ്പോയതാണോ? എവിടുന്ന് ശബ്ദ തരംഗങ്ങൾ വന്നാലും അതിനെ തട്ടിത്തടഞ്ഞിട്ട് ഈ കർണപടത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാ ഈ ചെവി ഇങ്ങനെ ചുളുക്കി വെച്ചിരിക്കുന്നത്. മനസ്സിലാക്കണം. ചെവി ഇങ്ങനെ വെച്ചിരിക്കുന്ന പരമകാരുണികനോട് സ്ത്രീകൾക്ക് നന്ദി വേണം കേട്ടോ. കാരണം എന്താണെന്നറിയോ? ആ ചെവിയുടെ താഴെ ഇത് മൃദുലമായിരിക്കുന്ന ഒരു ഇറച്ചിയല്ലേ? ആ ഇറച്ചിക്ക് പകരം ഇത് എല്ലിൻ്റെ ആയിരുന്നുവെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കട്ടെ, കാത് കുത്താൻ വേണ്ടി ഡ്രില്ലിംഗ് മെഷീൻ വേണ്ടേ? ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് വേണ്ടേ കാത് കുത്താൻ? ഇത് ടെക് എന്ന് പറഞ്ഞിട്ട് കാത് കുത്തുകയും ആ കമ്മലിങ്ങനെ ആടിക്കളിക്കുകയും ചെയ്യുന്നത് ഈ മൃദുലമായ ഇറച്ചി കഷ്ണം ഉള്ളത് കൊണ്ടാ. ഈ ശരീരത്തിന്റെ സംവിധാനം എന്തൊരു അത്ഭുതമാണ്! ലോകത്തെ ഏറ്റവും വലിയ മഹത്തായ കമ്പ്യൂട്ടറാണ് ഈ ശരീരം. ആ ശരീരത്തിൽ ഈ തലച്ചോറാണ് പ്രധാനം. വിവാഹത്തിന് ശേഷം പുസ്തകം വായിക്കുന്നത് 2 ആളാണ്. ഇവിടെ 2 ആളാണ്. നിങ്ങൾ വളരുന്നില്ല. കുട്ടി വളരുമ്പോൾ
മൺകലം വളരാതിരുന്നാൽ കുട്ടി നിങ്ങളെ മൺകലം പൊട്ടിക്കും, നിങ്ങളെ ധിക്കരിക്കും. നിങ്ങളുടെ ഉപ്പേനും ഉമ്മേനും ധിക്കരിച്ച് കുട്ടികൾ പുറത്തു പോകുന്നുണ്ടെങ്കിൽ അതിനുത്തരവാദി നിങ്ങൾ വളരാത്തതാണ്. ഇനി നിങ്ങൾ ഭയങ്കര അച്ചടക്കത്തിൽ പേടിപ്പിച്ച് വളർത്തിയാൽ മത്തങ്ങ കെട്ടുപോകും പോലെ കുട്ടി പൊട്ടനോ പൊട്ടത്തിയായി പോകും. മനസ്സിലായോ? അതുകൊണ്ട് കുട്ടികൾ വളരണം. കുട്ടികൾ കുരുത്തക്കേട് കളിക്കുന്നുണ്ടോ? അവന്റെ ബുദ്ധി വളരുന്നതിന്റെ ലക്ഷണമാണ് അവൻ കുരുത്തക്കേട് കളിക്കുന്നത്. ബുദ്ധി വളരുന്ന ചലനാത്മകമായിരിക്കണം. ചില കുട്ടികളെ കൊണ്ട് പറയും, ചില ആടേണ്ടപ്പ ഒരു കുട്ടി ഒരു ഗുണത്തിനുമില്ല ഒരു ദോഷത്തിനുമില്ല, പിന്നെന്തിനാ ഒരു കുട്ടി? ഒരു ഗുണത്തിനുമില്ല ഒരു ദോഷത്തിനുമില്ല, പിന്നെ ഒരു കുട്ടി വേണോ? ആ കുട്ടി എനർജറ്റിക് ആയിരിക്കണം. രാവിലെ സ്കൂളിലേക്ക് കുട്ടിയെ അയക്കുമ്പോ നല്ല ഷർട്ടും പാൻറ്റെല്ലാം ഇൻസൈഡാക്കി മുടിയൊക്കെ എണ്ണ തേച്ച് മിനുക്കി വളരെ ടിപ് ടോപ്പിൽ അയച്ച കുട്ടി വൈകുന്നേരം സ്കൂളും വിട്ടിട്ട് വരുമ്പോ യാതൊരു മാറ്റവും ഇല്ലാതെ അതേപോലെ വരുന്നുണ്ടെങ്കിൽ ഉമ്മക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. നല്ല കുഞ്ഞുമോൻ. നോ, ആ കുട്ടി അതേപോലെ തിരിച്ചു വരുന്നുണ്ടെങ്കിൽ ഓന് ഒന്നിനും കൊള്ളാത്തൊരുത്തനാ. അവന്റെ മുടിയൊക്കെ പാറിപ്പറന്ന് ഷർട്ടും പാൻറ്റൊക്കെ മണ്ണ് പുരണ്ട് ചുളിഞ്ഞു വരുന്നുണ്ടെങ്കിൽ അവൻ എനർജറ്റിക്കായ കുട്ടികൾ വേണം നമുക്ക്. അതിനെന്ത് വേണം? നിങ്ങൾ ആ കുട്ടിയുടെ പേഴ്സണാലിറ്റിയെ വളർത്തണം. അവനൊരു പുതിയത് കണ്ടെത്താൻ കഴിയണം. അവന്റെ ബുദ്ധി വളരണം. ആ ബുദ്ധിയാണ് മുയലിനെ പോലെ കുതിച്ചു പായുന്നത്. അവന്റെ ശരീരമോ ആമയെ പോലെ മെല്ലെ വളരൂ. ലോകത്ത് ഏറ്റവും കൂടുതൽ വിദ്യാലയങ്ങളിൽ കേട്ട കഥയാണ് ആമയും മുയലും പന്തയം വെച്ച കഥ. ആമയും മുയലും പന്തയം വെച്ചു. മുയൽ കുതിച്ചു പാഞ്ഞു. അവിടെ എത്തിയപ്പോ തിരിഞ്ഞു നോക്കിയപ്പോ ആമ മെല്ലെ വരിക. അപ്പൊ ഒന്ന് വിശ്രമിക്കാൻ നേരമുണ്ട്. മുയൽ കിടന്നുറങ്ങി. ഉറക്ക തെളിഞ്ഞപ്പോ ആമ സമ്മാനം വാങ്ങിയിരിക്കുന്നു. എന്നിട്ട് മാഷന്മാർ കുട്ടികളോട് പറയും, പരിശ്രമശാലികൾ വിജയിക്കും, അലസന്മാർ പരാജയപ്പെടും. പക്ഷെ ഈ കഥ നമ്മുടെ മനുഷ്യ ശരീരവുമായിട്ടൊന്ന് കണക്ട് ചെയ്യുക. ശരീരം ആമയെപ്പോലെ മെല്ലെ വളരുന്നതാ. ഒരു പശു പ്രസവിച്ചാൽ പശുക്കുട്ടി അരമണിക്കൂർ കൊണ്ട് എഴുന്നേറ്റോടും. നിങ്ങൾ ആരെങ്കിലും പെറ്റിട്ട് അരമണിക്കൂർ കൊണ്ട് ഓടിയാ? 6 മാസം കഴിഞ്ഞില്ലേ ഒന്ന് കമിഴ്ന്ന് കിടക്കാൻ? LKG അംഗനവാടി പോകുമ്പോ 3 വയസ്സായില്ലേ? എന്നാ 3ാമത്തെ വയസ്സിൽ പശുവിനെ ചെന്ന് നോക്കിയാട്ടെ, പ്രസവിച്ചിട്ടൊരു അമ്മയായിട്ടുണ്ടാവും. നമ്മളെ കുട്ടിയുടെ ശരീരം മെല്ലെ വളരും ആമയെ പോലെ. പക്ഷെ മനസ്സ് മുയലിനെ പോലെ കുതിച്ചു പായും. എന്തൊരു ബുദ്ധിയാണ്! അവരെന്തൊക്കെയാ പറയുന്നത്, എന്തൊക്കെയാ ചോദിക്കുന്നത്? ആ മനസ്സ് കുതിച്ചു പായും. പക്ഷേ ഒരു നിശ്ചിത പ്രായത്തുമുണ്ടല്ലോ, ഈ മുയൽ കിടന്നുറങ്ങുക, ആമ മുന്നോട്ട് പോവുക. എന്താ മുയല്? മനസ്സ്. ആ മനസ്സിന് ശക്തി കൊടുത്തില്ല, അതിന് ധാർമ്മികതയും സത്യസന്ധതയും കൊടുത്തില്ല, അന്വേഷിക്കാനുള്ള ത്വര കൊടുത്തില്ല. ശരീരത്തിന് ബിരിയാണി കൊടുത്തു, നെയ്ച്ചോറ് കൊടുത്തു. പണ്ടെല്ലാം കൗമാരപ്രായം തുടങ്ങുന്നത് 17 വയസ്സാവുമ്പോഴാണ്, ഇപ്പോഴല്ല. കാരണം പണ്ടത്തെ ഭക്ഷണവും ഇപ്പോഴത്തെ ഭക്ഷണവും മാറിയില്ലേ. എൻ്റെയൊക്കെ ബാല്യത്തിൽ അപ്പുറത്തെ വീട്ടിൽ പോയി ചോദിക്കും, ഇന്നലെ എന്നാ മോനെ ഉച്ചക്ക് കറി വെച്ച് ചക്കക്കുരുവും വെള്ളരിക്കും ഓലൻ. രാത്രിയോ വെള്ളരിക്കും ചക്കക്കുരു ഓലൻ, ഒരേ കറിയായിരിക്കും. അതാ പറയാ, അതിനെ കൊണ്ട് എന്ത് ഹോർമോൺ ഉണ്ടാവാനാ? എന്നാൽ ഇപ്പോ എന്തെല്ലാം ഭക്ഷണ! നമുക്കെല്ലാം മരണം വരെ പല പേരുണ്ടെങ്കിലും മരിച്ചാൽ നമുക്ക് ഒറ്റ പേരേ ഉള്ളൂ, മയ്യത്ത്. ഒറ്റ പേര്. എന്നാ കോഴി അക്കാര്യത്തിൽ എന്തൊരു ഭാഗ്യവാനാ! മരിക്കുന്നത് വരെ കോഴിക്ക് ഒറ്റ പേരേ ഉള്ളൂ. പക്ഷെ മരിച്ചാൽ എന്തെല്ലാം പേരാ! ചിക്കൻ കബാബ്, ചിക്കൻ കടായി, പെപ്പർ ചിക്കൻ, ജിഞ്ചർ ചിക്കൻ, മന്തി, കുന്തി എന്ന് പറഞ്ഞിട്ട് എന്തെല്ലാം പേരിലാണ് അറിയപ്പെടുന്നത്. ഇത് മുഴുവൻ എണ്ണ പൊരിച്ച കുട്ടികൾ തിന്ന് ശരീരത്തിന്റെ ഹോർമോൺ ബാലൻസ് തെറ്റിയ ആ സമയത്ത് അവന് ശരീരത്തെ പിടിച്ചാൽ കിട്ടുന്നില്ല. അവനെ ശരീരത്തെ നിയന്ത്രിക്കുന്ന മനസ്സ്. മുയൽ കിടന്നുറങ്ങി. രാത്രിയിൽ ഉമ്മയുറങ്ങി, ഉപ്പയുറങ്ങി. വാട്സപ്പിൽ മെസ്സേജ് വരുന്നു, ചിക്കൻ പറന്നടിച്ചതുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്, നീ മെല്ലെ വാ. അപ്പൊ 15 വയസ്സുള്ള SSLC എഴുതിയ എൻ്റെ നാട്ടിലെ മുണ്ടേരി സ്കൂൾ പഠിക്കുന്ന പയ്യൻ മെല്ലെ അച്ഛൻ്റെ സ്കൂട്ടർ മെല്ലെ ഉരുട്ടിപ്പോയിട്ട് റോഡ് വരെ ഉരുട്ടിക്കൊണ്ടുപോയി. അവിടുന്ന് സ്കൂട്ടർ കയറി സ്റ്റാർട്ടാക്കി. എന്നിട്ട് പോന്ന പോക്കിൽ കുടുക്കിമുട്ട വളവിൽ ലോറിക്ക് കൊണ്ടേ അടിച്ചു. അവൻ ഇപ്പോഴും മംഗലാപുരം ആശുപത്രിയിൽ ICUവിൽ കിടക്കുക, ബോധം വന്നിട്ടില്ല. ഇവൻ ഈ സ്കൂട്ടർ ഉരുട്ടി പോകുമ്പോ ഇവന്റെ മനസ്സ് പറയണ്ടേ, അയ്യോ പറ്റില്ല മോനെ, നിനക്ക് 15 വയസ്സേ ആയിട്ടുള്ളൂ, നീ രാത്രിയിൽ വൈകിട്ട് സ്കൂട്ടർ എടുക്കരുത്,
നിന്റെ ഉപ്പ 25,000 രൂപ അടക്കേണ്ടി വരും പോലീസ് പിടിച്ചെങ്കിൽ. നിനക്ക് പരീക്ഷക്കാലമല്ലേ, ഈ 10-11 മണിക്ക് ഭക്ഷണം കഴിച്ചിട്ട് എന്താ രാവിലെ ഉപ്പയോട് പറഞ്ഞാൽ വീട്ടിൽ കൊണ്ടുത്തരൂലേ എന്നെല്ലാം പറയുന്ന മനസ്സ് മുയൽ കിടന്നുറങ്ങി, ശരീരം പോയി. മനസ്സിലായോ? ശരീരം പോയി. ആമയും മുയലും പന്തയം വെച്ചതുപോലെയാണ് നമ്മുടെ വീടുകളിൽ കുട്ടികളുടെ അവസ്ഥ. ശരീരം എന്ന ആമ മനസ്സെന്ന മുയലിനെ ഓവർടേക്ക് ചെയ്യുന്നു. നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഇപ്പോഴും ആ ശരീരത്തിന് വേണ്ട തിന്നാ പുഴുങ്ങി ഇട്ട് കൊടുക്കുക, ബിരിയാണി ബിരിയാണി ബിരിയാണി. എന്നാൽ കഴിഞ്ഞ 5 വർഷമായി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ഒരു ബിരിയാണി കണ്ടവർ എത്ര പേരുണ്ട്? കേരളത്തിൽ 5 വർഷമായി ഏറ്റവും കൂടുതൽ ആളുകൾ ആസ്വദിച്ച ഒരു ബിരിയാണി ഉണ്ട്. അതേതാണെന്നറിയോ? കാസർഗോഡുകാരൻ സന്തോഷ് ഏച്ചിക്കാൻ ഉണ്ടാക്കിയ ബിരിയാണിയാണ്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടവർ എത്ര പേരുണ്ട്? ഒന്ന് കൈവക്ക്. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? കണ്ടിട്ടില്ല അല്ലേ? ആരെക്കൊണ്ടാ? ഒരാള് കൈവക്കിയിട്ടുണ്ട്. സന്തോഷ് ഏച്ചി. അപ്പൊ തെളിവുണ്ട്, ഞാൻ വെറുതെ തട്ടിപ്പ് പറയുന്നതല്ലല്ലോ. സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി ശരീരത്തിന്റെ ഭക്ഷണമല്ല, മനസ്സിന്റെ ഭക്ഷണമാ. ഞാൻ ഈ കുടുംബ സംഗമം കഴിഞ്ഞാൽ ഞാൻ നിങ്ങളോട് ശുപാർശ ചെയ്യുന്നു, നിങ്ങൾ എല്ലാവരും സന്തോഷ് ഏച്ചിക്കാനത്തിന്റെ ബിരിയാണി എന്ന് പറഞ്ഞ കഥ ഒന്ന് നെറ്റിൽ നിന്നോ വായനശാലയിൽ നിന്നോ ബുക്ക് സ്റ്റാളിൽ നിന്നോ വാങ്ങണം. നിങ്ങളിപ്പോ ചെറിയ പെരുന്നാളിന് ടൗണിൽ പോയിട്ട് വലിയ ഒരു 5-10,000 രൂപേന്റെ സാധനം വാങ്ങിയില്ലേ, തിന്നേണ്ട സാധനം. ആ തിന്നേണ്ട സാധനം വാങ്ങി വരുമ്പോ ഒരു 200 രൂപേന്റെ പുസ്തകം വാങ്ങി ആരെങ്കിലും ഉണ്ട് ഇവിടെ? ഒന്ന് കൈവക്ക്. വീട്ടിൽ പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടല്ലോ. 10,000 രൂപ തിന്നേണ്ട സാധനത്തിന് വാങ്ങുമ്പോ ഹാർഡ്വെയറിന് വേണ്ടി 10,000 ചെലവാക്കുമ്പോ സോഫ്റ്റ്വെയറിന് വേണ്ടി 200 രൂപ ചെലവാക്കിയോ? നിങ്ങൾ വാങ്ങിയ തിന്നേണ്ട സാധനമല്ല പിറ്റേന്ന് രാവിലെ ഫ്ലഷ് അമർത്തിയപ്പോ പാതാളത്തിലേക്ക് പോയി ഇല്ലേ? എന്നാ പുസ്തകം അവിടെ കിടക്കൂലേ? നമ്മുടെ വീടുകൾ പൊട്ടിത്തെറിക്കുന്ന ബോംബുകളായി മാറുന്ന വിവരം നിങ്ങൾ അറിഞ്ഞോ? അതിന്റെ കാരണം ഒരു പുസ്തകം വായിക്കാത്ത, ഒരു കഥ വായിക്കാത്ത, ഒരു കവിത ചൊല്ലാത്ത, ഒരു ലോകത്തെ പറ്റി നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാത്ത വെറും തിന്നുന്ന വീട്, ഉറങ്ങുന്ന വീടായി നമ്മുടെ വീടുകൾ ഭീകരമായി മാറുകയാണ്. അഫ്ഗാനിസ്ഥാനിലോ പാലസ്തീനിലോ ഉള്ള ഭീകരത്താവളങ്ങളെക്കാൾ ഭീകരമാണ് നമ്മുടെ വീടുകൾ. അത് ഹിന്ദു എന്നോ മുസൽമാനെന്നോ വ്യത്യാസമില്ല, എല്ലാ വീടുകളും ഭീകരത്താവളമായി മാറുക. കാരണം അവിടെ മുഴുവൻ അവന്റെ ശരീരത്തിന്റെ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുക. അവിടെ നിങ്ങൾ ബിരിയാണി എന്ന് പറയുന്ന ഒരു കഥ വായിക്കുക. നിങ്ങളുടെ കുട്ടികൾ ഭക്ഷണം വേസ്റ്റാക്കുന്നു, അന്ന് നിർത്തും. ആകെ 5 ആൾക്ക് കഴിക്കേണ്ട ഭക്ഷണത്തിന് 25 ആളെ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ബാക്കി കൊണ്ടുപോയി കുഴിയിൽ തട്ടുന്ന ആ ഭീകരതയുണ്ടല്ലോ. നിങ്ങൾ കുഴിയിലേക്ക് എറിയുന്ന ഓരോ മണിവറ്റും കിട്ടാതെ ഗാസയിലെ കുട്ടികൾ എത്ര ദിവസമായി പട്ടിണി കിടക്കുന്നു. പിറന്നാൾ ആഘോഷത്തിന് കേക്ക് മുറിച്ചിട്ട് ആ കേക്ക് തിന്നാനല്ല, ആ കേക്ക് വാരി മുഖത്തെറിയാൻ വേണ്ടിയിട്ട് കേക്ക് മുറിക്കുന്ന ഭീകരന്മാരായി മാറുന്നു നമ്മുടെ കുട്ടികൾ. ഒരു കേക്കിന്റെ ഒരു പീസ് കണി കാണാത്ത കോടിക്കണക്കിന് കുട്ടികൾ ഈ ലോകത്തുണ്ട്, അറിയുമോ? അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല. അതുകൊണ്ട് ഭക്ഷണം കഴിച്ചോട്ടെ, പക്ഷെ ദൂർത്തടിക്കരുത്. അതുകൊണ്ട് ബിരിയാണി എന്ന് പറഞ്ഞ കഥയൊന്ന് വായിക്കൂ. കൂട്ടത്തോടെ വട്ടത്തിലിരുന്ന് കുടുംബമായി വായിക്കൂ. വായിക്കാത്തതിന്റെ ദുരന്തമാണ് ഇപ്പൊ ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ രാജ്യത്ത് നടക്കുന്ന മതകലാപങ്ങളോ മത ധ്രുവീകരണമോ എല്ലാം കാരണം എന്താണെന്നറിയോ? അറിവില്ലാത്ത തലമുറ, ആരോ പറയുന്നും കേട്ടിട്ട് നമസ്കാരം പറഞ്ഞു നടക്കുന്ന തലമുറ. പുതിയതൊന്നും ചിന്തിക്കില്ല, പഴയതൊന്നും മറക്കുകയില്ല. അത്തരത്തിലൊരു തലമുറ വളർന്നു വരിക. നമ്മുടെ കുട്ടികൾ A+ ആവുന്നത് എങ്ങനെയാ? അവരുടെ അറിവുകൾ നമ്മുടെ നാട്ടിലെ കാലത്തോടും നമ്മുടെ ദേശത്തോടും കണക്ട് ചെയ്യണം. കാലത്തോട് കണക്ട് ചെയ്യാൻ ഇങ്ങനെയും ദേശത്തോട് കണക്ട് ചെയ്യാൻ ഇങ്ങനെയും വരക്കും. ഇങ്ങനെ വരയ്ക്കുന്നതിന് ഗ്രാഫ് പഠിച്ച കുട്ടികൾക്കറിയാം. ഇങ്ങനെ വരയ്ക്കുന്നതിന് Y ആക്സിസ് എന്ന് പറയും, ഇങ്ങനെ വരയ്ക്കുന്നത് X ആക്സിസ് എന്നും പറയും. ഇങ്ങനെ Y ആക്സിസും ഇങ്ങനെ X ആക്സിസും കാലവും ദേശവും കണക്ട് ചെയ്യുമ്പോഴാണ് കുട്ടികൾ പ്ലസ് ആവുന്നത്. നമ്മുടെ കുട്ടികളുടെ അറിവുകൾ ഈ നാടുമായി ബന്ധം വേണ്ടേ, ഈ കാലവുമായി ബന്ധം വേണ്ടേ? വെറുതെ പഠിക്കുന്നു, ജോലി കിട്ടാൻ വേണ്ടി മാത്രം പഠിക്കുന്നു, അല്ല, സംസ്കാരം വളരാൻ പഠിപ്പിക്കുക. അത്തരത്തിൽ കുടുംബം വളരണം. എവിടെ? റൂമിന്റെ വലിപ്പമല്ല, കാറിന്റെ നീളമല്ല. നിങ്ങളുടെ കുടുംബം വളരുന്നത് ആന്തരികമായ വളർച്ച, മനസ്സ് വളരണം.
ഹൃദയം വളരണം, സ്നേഹം വളരണം, ധാർമ്മികത വളരണം. എത്രയെത്ര പള്ളികൾ ഉണ്ടായിട്ടും, എത്രയെത്ര പ്രാർത്ഥനകൾ ഉണ്ടായിട്ടും, എത്രയെത്ര ഉറൂസുകൾ ഉണ്ടായിട്ടും നമ്മുടെ നാട്ടിൽ മനുഷ്യപ്പറ്റി കുറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഇതിനൊക്കെ എന്തോ ഒരു അബദ്ധം പറ്റിയെന്നല്ലേ. മനുഷ്യപ്പറ്റി കുറയുന്നു, സ്നേഹം കുറയുന്നു, നമുക്കെവിടെയോ അബദ്ധം പറ്റി. അതുകൊണ്ട് നമ്മുടെ വീടുകൾ, കുളത്തിങ്കൽ കുടുംബം, ആ കുളത്തിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുണ്യജലമാവണം, സംസം വെള്ളമായിരിക്കണം ഈ കുളത്തിങ്കൽ കെട്ടിക്കിടക്കുന്ന വെള്ളം. അല്ലാതെ അത്യാർത്തിയുടെ വൃത്തികെട്ട വെള്ളം കെട്ടിക്കിടക്കുന്ന കുടുംബമായിട്ട് കുളത്തിങ്കൽ മാറരുത്. അത്യാർത്തിയുടെ വെള്ളം കെട്ടിക്കിടക്കരുത്, അസൂയയുടെ വെറുപ്പിന്റെ വെള്ളം കെട്ടിക്കിടക്കരുത്. അതിൽ സ്നേഹത്തിന്റെ, സത്യത്തിന്റെ, ധർമ്മബോധത്തിന്റെ വെള്ളം കെട്ടിക്കിടക്കുന്ന ഒരു കുളത്തിങ്കൽ നിങ്ങളുടെ കുടുംബത്തെ മാറ്റിയെടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കണം. അതിന് വേറെ ആരെയും കാത്തു നിൽക്കരുത്. നിങ്ങൾക്ക് സ്വന്തമായ കൈകളുണ്ട്, സ്വന്തമായ തലച്ചോറുണ്ട്, സ്വന്തമായ കാലുകളുണ്ട്. അത് വെച്ചിട്ട്, നിങ്ങളുടെ സ്വന്തം യുക്തി വെച്ചിട്ട് നിങ്ങളുടെ കുടുംബത്തെ വളർത്തിയെടുക്കാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് രക്ഷിതാക്കളെ നിങ്ങൾ വളരണം. നമുക്ക് 70-90 വയസ്സ് വരെ ജീവിക്കുമ്പോ തിന്നാൻ വേണ്ടി മാത്രം എത്ര കൊല്ലാ ചെലവഴിക്കുന്നറിയോ? 90 വയസ്സ് വരെ ജീവിക്കുമ്പോ ഉറങ്ങാൻ മാത്രം 35 കൊല്ലം ഉപയോഗിക്കുക. 35 കൊല്ലം ഫുൾ ഉറക്കാം നമ്മള്. പക്ഷെ നമുക്ക് മനസ്സിലാവാത്തത് ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ഉറങ്ങുന്നോണ്ടാ. ഒരു ദിവസം 24 മണിക്കൂറിൽ 8 മണിക്കൂർ ഉറങ്ങുന്നില്ലേ? അപ്പൊ മൊത്തത്തിന്റെ 1/3. 90ന്റെ 1/3 30 കൊല്ലല്ലേ? ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ കൂടുതൽ ഉറങ്ങുന്നില്ലേ? പ്രായമായാലും കൂടുതൽ ഉറങ്ങുന്നില്ലേ? അപ്പൊ ഒരു 5 കൊല്ലം എക്സ്ട്രാ ഉറങ്ങും. അങ്ങനെ 35 കൊല്ലം ഫുള്ള് നമ്മൾ ഉറക്കാം. 55 കൊല്ലം നമുക്ക് മനുഷ്യനാവാൻ ബാക്കിയുള്ളത്. ആ 55 കൊല്ലത്തിൽ 10 കൊല്ലം തിന്നാൻ മാത്രം ഉപയോഗിക്കുക. ഭക്ഷണം തേടാൻ, ഭക്ഷണം പാചകം ചെയ്യാൻ, കഴിക്കാൻ, കൈ കഴുകാൻ എല്ലാം കൂടി 10 കൊല്ലം ഒരായുസിൽ ഭക്ഷണത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഇനി എത്രയാ ബാക്കി? 45 ബാക്കി. 45 ബാക്കിയാൽ 10 കൊല്ലം വിസർജിക്കാൻ, ടോയ്ലറ്റ് പോയിരിക്കാൻ 10 കൊല്ലം ചെലവഴിക്കുന്നുണ്ട്. അറിയോ? കുളിമുറിയിലും കക്കൂസിലും ഒരു മനുഷ്യന്റെ ആയുസിൽ 10 കൊല്ലം ചെലവഴിക്കുക. പണ്ടിത്ര ഇല്ല. യൂറോപ്യൻ ക്ലോസറ്റ് വന്നപ്പോ സമയം കൂടി. നാടൻ കക്കൂസിലാകുമ്പോൾ മുട്ട് വേദനയായിട്ട് വേഗം എണീറ്റിങ് പോരൂ. ഇപ്പൊ ആടെ സ്റ്റൂളും മേലെ ഇരിക്കും പോലെ സുഖമായിട്ട് ഇരിക്കുക. ചെറുപ്പക്കാരിൽ ഇപ്പോ ആടെ ഇരുന്നിട്ടാ പലതും ഡൗൺലോഡ് ചെയ്യുന്നേ അല്ലേ? താഴേന്നും ഡൗൺലോഡിങ്, മേലേന്നും ഡൗൺലോഡിങ്, രണ്ടും നടക്കൂ അല്ലേ? അവിടുന്ന 10 കൊല്ലം അങ്ങനെയും പോയില്ലേ? ഇനി എത്രയാ ബാക്കി? ഇനി 35 ബാക്കി. 10 കൊല്ലം അസുഖമായി കിടക്കും. നമ്മള് അസുഖമായി കിടക്കും 10 കൊല്ലം. ഇനി 25 ബാക്കി. 10 കൊല്ലം നമുക്ക് മുടി ചീകണ്ടേ, പൊട്ടി തൊടണ്ടേ, പിരിയം പൊരിക്കണ്ടേ, ഷേവ് ചെയ്യണ്ടേ, താടി ഒപ്പിക്കണ്ടേ, കുളിക്കണ്ടേ. ഇതിനെല്ലാം കൂടി നമ്മളെ മേക്കപ്പ് ചെയ്യാൻ 10 കൊല്ലം എടുക്കും. ഇനി 15 കൊല്ലം ബാക്കി. ആ 15 കൊല്ലെങ്കിലും മനുഷ്യനാവണം വേണ്ടേ? അല്ലാതെ കുറെ തിന്ന് കിടന്നുറങ്ങി പോവാനാണോ നമുക്ക് ഈ ജന്മം കിട്ടിയത്? ധൂർത്തടിക്കല്ല നമ്മുടെ ജന്മം. നമ്മുടെ ജന്മം ആസ്വദിച്ചിടണമോരോ വരിയും ആനന്ദ സന്ദേശരസ മധുരം. ഈ ജീവിതം ആനന്ദ സന്ദേശമായിരിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യം ആനന്ദമാണ്. ഈ ആനന്ദം കിട്ടാൻ എന്താ മാർഗം? ആനന്ദം കിട്ടാൻ ഭക്ഷണം കൊണ്ട് കിട്ടില്ല. ഭക്ഷണത്തിലൂടെ ആനന്ദം കിട്ടാൻ ശ്രമിച്ച കുട്ടികൾ ചിക്കൻ കബാബ് പോരാ, ചിക്കൻ കടായി പോരാ, പെപ്പർ ചിക്കൻ പോരാ, ഇതൊന്നും പോരാ. അപ്പോൾ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യുവാൻ ശരീരം ഒരു പദാർത്ഥമാണ്. പദാർത്ഥത്തിന് ആനന്ദിപ്പിക്കാൻ ഭക്ഷണം തേടി അലയുമ്പോ എളുപ്പ വഴിയിൽ ക്രിയ ചെയ്യും. പദാർത്ഥത്തിന് 3 അവസ്ഥയുണ്ട്: ഖരം, ദ്രാവകം, വാതകം. അപ്പൊ ഈ ശരീരമാകുന്ന പദാർത്ഥത്തെ ആനന്ദിപ്പിക്കാൻ ഖരം മയക്കുമരുന്ന്, ദ്രാവകം മദ്യം, വാതകം കഞ്ചാവിന്റെ പുക. അതിന്റെ പിറകെ പോകുന്നതിന്റെ കാരണം ജീവിതത്തിന്റെ ലഹരി എന്തെന്ന് കുട്ടികളെ പഠിപ്പിക്കാൻ മറന്നുപോയ കുടുംബങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളുടെ വ്യാകരണം ഒന്ന് പൊളിച്ചടുക്കാം. നമുക്ക് സ്നേഹത്തിന്റെ തത്വശാസ്ത്രത്തിൽ, ധാർമ്മികതയുടെ തത്വശാസ്ത്രത്തിൽ നമ്മുടെ കുടുംബം ആനന്ദമയമാക്കാം. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ പരിശ്രമിക്കണം. അതുകൊണ്ട് ഞാൻ പറഞ്ഞതുകൊണ്ട് മാത്രം നിങ്ങൾ കേൾക്കണ്ട. നിങ്ങളുടെ ജീവിതത്തെ നിങ്ങളൊന്ന് അവലോകനം ചെയ്യൂ. ഇങ്ങനെ കുറെ തിന്ന് കിടന്നുറങ്ങി പൈസ ബാങ്കിലിട്ടാൽ എൻ്റെ ജീവിതമാവുന്നുണ്ടോ? എൻ്റെ കുട്ടികൾക്ക് മനുഷ്യ ജന്മത്തിന്റെ സത്യവും ധർമ്മവും എന്തെന്ന് പഠിപ്പിച്ചു കൊടുക്കാനുള്ള സർവകലാശാലയായി, വിദ്യാലയമായിട്ട്, ലോകത്തെ ഏറ്റവും പഴക്കമുള്ള വിദ്യാലയം നിങ്ങളുടെ കുടുംബമാണ്. ആ കുടുംബത്തെ ഒന്ന് തിരിച്ച് മനുഷ്യ
കഥാനുഗായികളായിരിക്കുന്ന ആളുകളുടെ കുടുംബമാവണം, അല്ലാതെ അനുയായികളുടെ കുടുംബമാകരുത്. അത്തരത്തിൽ മാറ്റിയെടുക്കാൻ ഈ കുടുംബ സംഗമം നിങ്ങൾക്ക് കരുത്ത് തരട്ടെ, അതിന് പ്രേരിപ്പിക്കട്ടെ.